എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് മീനമാസത്തിലെ ഭരണിയെക്കുറിച്ചാണ്. ഈ പ്രാവശ്യം മാർച്ച് 22-ാം തീയതി ഞായറാഴ്ചയാണ് ഭരണി നക്ഷത്രം വരുന്നത്. എപ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഞായറാഴ്ച മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തി ഞാൻ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ ഇതിൽ നിന്നുമെല്ലാം ഒരു മോചനം തീർച്ചയായും ലഭിക്കും. ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ദേവിയാണ് ഭദ്രകാളിയമ്മ. ഭദ്രകാളി ദേവി വേണ്ട വിധം പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹം പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഭദ്രകാളിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ശത്രുദോഷവും ദുരിതവും എല്ലാം മാറിക്കിട്ടും. ഭരണി നക്ഷത്രത്തിൽ ദേവിയെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തിയാൽ ഫലം ഇരട്ടിയാണ്. വിവാഹ തടസ്സമുള്ളവർ, കുടുംബത്തിൽ ഐക്യം ലഭിക്കാൻ എന്നിവർക്കും ദേവിയെ ഭരണി നക്ഷത്രത്തിൽ പ്രാർത്ഥിച്ചാൽ വേഗമായിരിക്കും ഫലം ലഭിക്കുക. ഭരണി നക്ഷത്രത്തിൽ ഭദ്രകാളി പ്രീതിക്ക് ഒരിക്കലോടുകൂടിയ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ഭദ്രകാളി സഹസ്രനാമം ചൊല്ലാം അന്നേ ദിവസം ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. നമുക്കറിയാവുന്ന ദേവി ഭദ്രകാളി മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഭദ്രകാളിയുടെ മന്ത്രമായ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന മന്ത്രവും നമുക്ക് പറ്റുന്നത്ര തവണ ചൊല്ലാവുന്നതാണ്. ഇനി ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയം കുരുതിയും കടുംപായസവുമാണ്. കുരുതി പൂജ ശത്രുദോഷങ്ങൾ മാറാനും തടസ്സങ്ങൾ നീക്കാനും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമായ വഴിപാട് കടുംപായസം കഴിക്കുക എന്നാണ്. കടുംപായസം കഴിക്കണമെങ്കിൽ തലേ ദിവസം തന്നെ ചീട്ടാക്കേണ്ടതാണ്. അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ദേവിക്ക് അന്നേ ദിവസം ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളുടെ മാല, ചെമ്പരത്തി മാല എന്നിവയും നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. നാരങ്ങ വിളക്ക് കത്തിക്കാവുന്നതാണ്. നാരങ്ങ മാലയും സമർപ്പിക്കാവുന്നത് ഏറ്റവും ഉത്തമമായി കരുതുന്നു. ചുമപ്പ് പച്ച നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഭദ്രകാളി പ്രീതി നേടി ദോഷമുക്തി കൈവരിക്കാനായിട്ടും ജീവിതത്തിൽ വിജയം നേടാനും എല്ലാവരും ഈ മീനഭരണിക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തേണ്ടതാണ്.